നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യ ജനതാദൾ അംഗങ്ങൾ പാർട്ടി വിടാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് 12 എംപിമാരാണ് ഐക്യ ജനതാദളിന്, അതായത് JDU-ന് ഉള്ളത്. ഈ എംപിമാരിൽ 6ഓളം പേർ BJP-യിലേക്ക് ചേരാൻ നിൽക്കുകയാണ്. ശേഷിക്കുന്ന 6ഓളം പേർ ഐക്യ ജനതാദളിൽ നിതീഷുമായി ചേർന്ന് പ്രവർത്തിക്കും എന്ന് ഒരു ഉറപ്പും ഇല്ലതാൻ. അവർ കൃത്യമായി മനസ്സിലാക്കുന്നു അവരുടെ ഭാവി തുലാസിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണായകമായി മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഐക്യ ജനതാദൾ പൂർണ്ണമായും തകരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് BJP-യുമായി ചേർന്ന് സ്വന്തം ആത്മാഭിമാനം തന്നെ പണയപ്പെടുത്തിയ നിതീഷിൻ്റെ ഗതികെട്ട അവസ്ഥയാണ്. നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെ എല്ലാ തരത്തിലും അടിയറവ് വെച്ചിരിക്കുകയാണ് എന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ പറയുകയാണ്. ഇപ്പോൾ ലലൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ കേന്ദ്രമന്ത്രിയാണ്. ഐക്യ ജനതാദളിന് ഒരു കേന്ദ്രമന്ത്രിയും ഒരു സഹമന്ത്രിയുമാണുള്ളത്. വാസ്തവത്തിൽ ബീഹാറിന് വാരിക്കോരി BJP ബഡ്ജറ്റിൽ നൽകുന്നു എന്ന് പറയുമ്പോഴും BJP കേവല ഭൂരിപക്ഷം നിറയ്ക്കാൻ വേണ്ടി കേവലം ഒരു ഗിമിക്ക് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ഈ ഗിമിക്സ് രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഏറെ പയറ്റിയിട്ടുള്ള തന്ത്രങ്ങളാണ്. അടിസ്ഥാന സൗകര്യം ഒരിടത്തും എത്താത്ത ബീഹാർ ജനതയെ എല്ലാ തരത്തിലും പടുകുഴിയിലേക്ക് എത്തിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിതീഷ് കുമാർ BJP-യുടെ സഖ്യത്തെ എല്ലാ രീതിയിലും തള്ളിപ്പറഞ്ഞ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യക്ക് ആപത്താണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോഴിതാ ഒരു ഉളുപ്പും കൂടാതെ മോദിയുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നു. മോദിയുടെ മനസ്സിൽ പകയുണ്ട്. നിതീഷിനെ എങ്ങനെയും ഒന്നുമല്ലാതെ നാമാവശേഷമാക്കുക. അതിന് ആദ്യം നരേന്ദ്രമോദിയുടെ കയ്യിൽ വന്ന ആയുധമായിരുന്നു ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാൻ ഉപയോഗിച്ചാണ് ഒരുവിധം ഐക്യ ജനതാദൾ സ്ഥാനാർത്ഥികളെല്ലാം തല്ലിക്കെടുത്തിയത്. ഇപ്പോൾ അതേ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് കുറച്ചുകൂടി ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ ചെറിയച്ഛനായ ശിവദി പാരസ് കോൺഗ്രസും RJD-യും ചേർന്നുകൊണ്ടുള്ള ഈ സഖ്യത്തിൻ്റെ ഭാഗമായി ചിരാഗിനെ ഒതുക്കാൻ നോക്കുകയാണ്, പരമാവധി നോക്കുകയാണ്. ചിരാഗിന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, നിതീഷിൻ്റെ ആളുകളെ പരമാവധി തോൽപ്പിക്കാൻ ഒരു ഡബിൾ പ്ലേ കളിക്കണം. മറ്റൊന്ന്, BJP-യുടെ കൂടെ നിലനിൽക്കുകയും വേണം. ചിരാഗിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോഴും ഐക്യ ജനതാദളിന് കാര്യമായ സ്ഥാനം BJP നൽകുന്നില്ല എന്ന അഭിപ്രായം നിതീഷിനുണ്ട് താനും. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം RJD-യിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു രീതിയിലും നിതീഷിന് ഗുണകരമായി വരുന്നില്ല. ലാലു പ്രസാദ് തൻ്റെ മൂത്ത മകനായ തേജ് പ്രസാദ് യാദവിനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന സർക്കുലർ വന്നപ്പോഴും അത് ഒരു രാഷ്ട്രീയ ആയുധമായി BJP-ക്കോ ഐക്യ ജനതാദളിനോ കാര്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയേറെ ജനവിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. പാർട്ടിയുടെ അമരക്കാരനായി, അതായത് RJD-യുടെയും അവിടെ ഇന്ത്യ മുന്നണിയുടെയും മുഖമായി തേജസ്വി യാദവ് മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങൾ അനേകമായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാതൃകാപരമായി ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളിൽ ഒരാളായി 33 വയസ്സുകാരനായ തേജസ്വി യാദവ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ബീഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടിയെടുക്കാൻ പോവുകയാണ് തേജസ്വി യാദവ് എന്ന് വ്യക്തം.